ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമായ വീഡിയോ ആയിട്ടോ. ഞാൻ ചക്കയുടെയൊക്കെ ഇട്ടതുകൊണ്ട് ഇടാതെ വച്ചിരുന്ന വീഡിയോയാണ്. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ അപ്പാട്ടോ, നമ്മൾ കലക്കി ചുട്ട അപ്പം. അപ്പോൾ അത് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മീൻകറി ബാലൻസ് ഉണ്ടായി, അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പത്തിന് വേറെ കറി ഉണ്ടാക്കില്ല കേട്ടോ, മീൻകറി മതി എന്ന് വിചാരിച്ചിട്ട് അപ്പവും മീൻകറിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിന്ന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചോറൊക്കെ ഇങ്ങനെ അവർക്ക് ആക്കാനായിട്ട് അതും വേവിച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലത്തെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നത്. ഈ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടേക്കണത് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ അപ്പമൊക്കെ റെഡിയായി ഓരോരുത്തരായിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ അവർ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ജോലിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ടായി, അച്ചിങ്ങ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത്. അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മച്ചി ഇട്ട പന്തലാട്ടോ, ആ പന്തലയിൽ അച്ചിങ്ങ ഉണ്ടായി കിടന്നതാണ് ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ആ അച്ചിങ്ങ പറിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഒരാൾക്ക് ചോറ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ മൂത്ത ആൾക്കാണെങ്കിൽ അവരുടെ കോളേജിൽ എന്തോ ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അവർക്ക് അവിടെ സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അച്ചിങ്ങയും ഇതിൻ്റെ കൂടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, കൂടെ അച്ചിങ്ങയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ തന്നെ മഴ ഉണ്ടായിട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും, പിന്നെ മഴ വരും, പിന്നെ വെയിൽ വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിർത്താതെ മഴയില്ല, അങ്ങനെ വെയിലുമില്ല. അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല. വന്ന വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതായിട്ട് ഞാൻ പറഞ്ഞ അച്ചിങ്ങ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തതാണിത്. പിന്നെ ഞാനത് നമ്മുടെ ഉള്ളിയും മുളകൊക്കെ കുത്തി കാച്ചിയിട്ട് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയെടുത്തത്. ഒരു 3-4 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് ഉണക്കമുളകും വേപ്പിലയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അച്ചിങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അച്ചിങ്ങയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചിങ്ങയ്ക്കൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല. ഇത് കുറച്ചേ ഉണ്ടായുള്ളൂങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അച്ചിങ്ങപ്പന്തലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അവിയൽ വയ്ക്കുമ്പോഴോ സാമ്പാർ വയ്ക്കുമ്പോഴൊക്കെ ഇടാൻ അത്യാവശ്യം നമുക്ക് 2-3 എണ്ണം കിട്ടിയാലും മതിയല്ലോ, സാമ്പാറിനും അവിയലിനൊക്കെ. പിന്നെ ഇതുപോലെ ഉണ്ടായി വരുമ്പോൾ കുറേശ്ശെ നമ്മൾ പറിച്ച് ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാണെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിക്കുള്ളതാക്കി എടുക്കാൻ പറ്റും. ഈ പെട്ടെന്ന് ഇത് ഉണ്ടാവുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. ഇത് ഈ പച്ചക്കറികൾ വീട്ടിലുണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചറിയാം. വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും ഇന്നങ്ങോട്ട് ഉണ്ടാവണ കാണാം, 2 ദിവസം കഴിഞ്ഞ് അത് പറിക്കാൻ ചെല്ലുമ്പോൾ അത് മൂത്ത് മുരടിച്ച് നിൽക്കുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നടുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്ന് വിരിഞ്ഞ് നിൽക്കണത് നാളെ തന്നെ അത് പൊട്ടിക്കാറായിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയില്ലെങ്കിൽ നമുക്കത് പറിക്കാൻ കിട്ടില്ല കേട്ടോ, അത് വിളഞ്ഞു പോയിട്ടുണ്ടാവും. പച്ചക്കറിയൊക്കെ നടണവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ അച്ചിങ്ങയൊക്കെ ഞാൻ റെഡിയാക്കി അവർക്ക് ചോറാക്കി മോൻ പോയിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഇന്ന് വൈകി പോയാൽ മതി. അങ്ങനെ ഇളയ ആളാണെങ്കിൽ ഇന്ന് പോയിട്ടുമില്ല കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടായി, കൊഴുവയായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഉപ്പും മുളകൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ അത് ഒന്നായിട്ട് തന്നെ അങ്ങോട്ട് തേച്ച് വെച്ചേക്കാണ്. കാരണം ഇന്നത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇനി മീൻ വാങ്ങണ്ടല്ലോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് എന്തായാലും ബാലൻസ് ഉണ്ടാവും. പിന്നെ ഇന്ന് കറി വയ്ക്കാനായിട്ട് പോണത് മത്തങ്ങയും പരിപ്പും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ മുറിച്ച് പാകത്തിന് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇളയ മത്തങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ കായൊന്നും മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ മത്തങ്ങയാകുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലുള്ള ചോറുണ്ടല്ലോ അതൊന്നും കളയണ്ട കേട്ടോ, അത് നമുക്ക് കറിയിലിടാം. ചിലർ മത്തങ്ങയുടെ തോലും കളയാറില്ല കേട്ടോ. ഞാനിപ്പോൾ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങയും ഒക്കെ അരിഞ്ഞ് അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. പരിപ്പും രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്. അത് ഒരു വിസിലോ 2 വിസിലോ അടിച്ചിട്ട് ഓഫ് ചെയ്യാം. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ജീരകവും പൊട്ടിച്ചിട്ട്
ഒരു 2 ചുവന്നുള്ളിയും ആ നേരത്തെ അരിഞ്ഞ സവാളയുടെ ബാക്കി ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടായി, അതും കൂടി അരിഞ്ഞിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു കറി റെഡിയാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ മത്തങ്ങയൊക്കെ ആണെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതാട്ടോ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് മത്തങ്ങ, ക്യാരറ്റ് അതൊക്കെ നല്ല പച്ചക്കറികളാണ്. മിക്കവരും മത്തങ്ങ കഴിക്കില്ല. മത്തങ്ങ കഴിക്കണം, കുട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഷോർട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ അതിനിടയ്ക്കൊന്ന് പുറത്ത് പോയായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമുണ്ടായി. അപ്പോൾ അതിന് വേണ്ടി പുറത്ത് പോയി വന്നപ്പോൾ പിള്ളേർക്ക് വൈകിട്ടത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു ബർഗർ. അപ്പോൾ എനിക്ക് ബർഗർ ഇഷ്ടമല്ല കേട്ടോ, ഞാനൊരു പപ്സാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചായയും വച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം.